ചെർക്കള ടു ചട്ടഞ്ചാൽ പോകുന്ന റോഡാണ്. ഞാൻ ചെർക്കള ടൗണിൽ നിന്നല്ല, ഇപ്പുറത്തെ ബേർക്ക റോഡ് വഴിയാണ് വന്നത്. ഇത് നേരെ എത്തുന്നത് സ്റ്റാർ നഗറിലേക്കാണ്. സ്റ്റാർ നഗർ ടു ചട്ടഞ്ചാൽ നമുക്കൊന്ന് കാണാം. ഇത് നേരെ ഈ ബേർക്ക റോഡിൽ നിന്ന് നേരെ ഷോർട്ട് വഴിയുണ്ട്, അത് നേരെ ഇറങ്ങുന്നുള്ളത് ഇതാ ഈ സ്റ്റാർ നഗറിലേക്കാണ്. മുമ്പ് ഇതാ ഇവിടെ ഈ ടേണിലെ പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. പള്ളി ഇപ്പോൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ചെർക്കള വഴി ടച്ച് ആവാതെ കാസർഗോഡ് പോകേണ്ട ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ വന്ന വഴിയിൽ അങ്ങ് കയറി പോകും. ഇനി ചെർക്കളത്തേക്ക് ടച്ച് ആവുന്നതാണെങ്കിൽ ഇതാ ഈ വഴി, ആ ലോറിയൊക്കെ വരുന്ന വഴിയിൽ അങ്ങനെ പോകണം. ഇവിടെയൊക്കെ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ ആറൊരുപാത കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. ടച്ചപ്പും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പുറത്തൊരു നടപ്പാത കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ? അത് നടപ്പാതയാണെന്ന് തോന്നുന്നു. അതവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് തെക്കിൽ പാലത്തിൻ്റെ അടുത്തെത്തി. ഇപ്പുറ സൈഡ് പുതിയത് കെട്ടിയിട്ട് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പഴയ പാലത്തിൻ്റെ ആ ഭാഗം അവിടെ പണി നടക്കാണ്. അവിടെ റോഡും ഇതായിട്ടില്ല. ആ പാലം തൊട്ടിട്ടേ ഇല്ലല്ലോ. ആ പഴയ പാലം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്, അത് തൊട്ടിട്ടേ ഇല്ല. ഇനി പാലത്തിൻ്റെ ഭാഗം എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ. ഞാൻ കുറേ ഇതിൽ വന്നിട്ട് അപ്പോൾ ഞാൻ കരുതിയത് പാലം പൊളിച്ചിട്ടുണ്ടാവും, പുതിയ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതിയിരുന്നു. ഞാൻ അങ്ങനെ തന്നെയുണ്ട്. ഒരു 60-70 കൊല്ലമായി ഈ പാലം അങ്ങനെ കിടക്കുന്ന അവിടെ. ഇത്ര ഉപയോഗത്തിലുണ്ട് കേട്ടോ, നല്ല പാലമായിരുന്നു. ചെറിയ എത്ര 2 വരിപ്പാതേ ഉള്ളൂ. പാലം വരെ അവിടുന്ന് പാലത്തിലേക്ക് ഇവിടെ വരെ ഉള്ള പണി, റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് കുറേ ദിവസങ്ങൾ, മാസങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു പൂട്ടിയിട്ട റോഡാണിത്. ഇപ്രാവശ്യം മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ, പൂട്ടിയിട്ടില്ല. ഇനി പൂട്ടോ ഇല്ലെന്ന് കണ്ടറിയണം. ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ പെരുന്നാൾ സമയത്തൊക്കെ അത്യാവശ്യം കുറേ ദിവസത്തൊക്കെ പൂട്ടിയിട്ടിരുന്നു ഇവിടെ പണിയെന്ന് പറഞ്ഞിട്ട്. അപ്പുറ സൈഡ് റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന ആ റോഡില്ലേ, അവിടെ ആയിരുന്നു ടാറ്റാൻ്റെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത്, കോവിഡിൻ്റെ. ഗവൺമെൻറ് ഒരു ഇതില്ലാത്തതുകൊണ്ട് വെറുതെ പോയി. അല്ലെ കാസർഗോഡേക്ക് നല്ലൊരു ഉപകാരം ഒരു ഹോസ്പിറ്റലൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന സംഭവമായിരുന്നു അത്. ഗവൺമെൻറ്റാണ് പറഞ്ഞിട്ട് കാര്യമല്ലോ, ഇത് ഗവൺമെൻറ് ആയാലും കണക്കാണ്. ഇത് കാരണം ഈ ഒരു ഏരിയ കണ്ട, ഈ ഒരു ഏരിയ കാരണമാണ് കഴിഞ്ഞ മഴക്കാലത്ത് ഈ റോഡ് കുറേ ദിവസങ്ങൾ പൂട്ടിയിട്ടിരുന്നു. ഇത് ഫുള്ള് ഇങ്ങനെ റോഡിലേക്ക് ഇടിഞ്ഞ് വീണ് മൊത്തത്തിൽ. അന്ന് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ വീതി കൂട്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ ആക്കി. അവിടെ ഇപ്പോഴും പണി പെൻഡിങ്ങിലാണ്. ഇപ്പോഴും ഇടിഞ്ഞതൊക്കെ കാണുന്നുണ്ട്. എത്ര ചെറിയ റോഡായിരുന്നു എന്നറിയോ? ഒരു വണ്ടി വരുമ്പോഴേക്കും ബാക്കിയുള്ള വണ്ടി ഒരു വലിയ ലോറി കണ്ടെയ്നറൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാക്സിമം മറ്റു വണ്ടികൾ ഒതുക്കി പോകേണ്ട റോഡായിരുന്നു ഇത്. നോക്കിയാൽ 6 വരിപ്പാത വരുന്നില്ല. ഒരു ചെർക്കള ടു ചട്ടഞ്ചാൽ ഒരു ചുരം തന്നെ ആയിരുന്നത്. നല്ല ഫുള്ള് ഒരു സൈഡ് മുഴുവനും ഈ വലത് ഭാഗം, അങ്ങോട്ട് പോകുന്ന വലത് ഭാഗം വലിയൊരു താഴ്ചയും ഇപ്പുറ സൈഡ് മലയൊക്കെ ആയിട്ട് ഒരു ചുരം റോഡ് തന്നെ ആയിരുന്നു കറക്റ്റ് ഇത്. ഇപ്പോൾ ആ ഒരു ഫീല് പോയി. എൻ്റെ റഹ്മാനെ, ചളി ചളി ചളി. ചട്ടഞ്ചാലിൻ്റെ ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പാലം വൺ സൈഡ് ഓപ്പണാണ്. ചട്ടഞ്ചാൽ ടൗണിലൊക്കെ പോകേണ്ട ആൾക്കാർ ഇതിൽ പോകണം, അല്ലാത്ത ആൾക്കാർ MIC റോഡ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, MIC റോഡ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ മാഹിനാബാദിലേക്കുള്ള റോഡ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വരുമ്പോൾ ക്ലോസ് ആയിരുന്നു. ഇപ്പോൾ ഓപ്പൺ ആയിട്ടെന്ന് തോന്നുന്നു, എല്ലാ വണ്ടികളും പോകുന്നുണ്ട്. ഇതിൽ തന്നെ പോവാം. വെറുതെ അപ്പത്തിൽ ചുറ്റുണ്ടല്ലോ. ഉള്ള താഴേക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അസ്സലാമലൈക്കും. പണിയില്ലാന്നേ. എനിക്കൊരു സൈക്കിൾ ഫ്രണ്ട് വരുന്ന വഴിയിലൊരു കൂട്ടുകാരൻ്റെ വീടുണ്ടായിരുന്നു. വെറുതെ നോക്കുമ്പോൾ അവനോടെയുണ്ട്. കുറച്ച് സമയം അവിടെ കൂട്ടുകാരനോട് സംസാരിച്ച് ഇപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കിയതില്ലേ. ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം നല്ല കാറുകൾ ഉണ്ടാവാറുണ്ട്. ഏതാ പറ്റൊന്നുമില്ല ഇപ്പോൾ അവിടെ. ഞാൻ ആദ്യമായിട്ട് ഓടി R8 കണ്ടത് ഇവർ ബോംബെയിൽ നിന്ന് വണ്ടി ഇറക്കിയപ്പോഴാണ്. ഞാനവിടെ പഠിക്കുന്ന സമയത്ത്, ചട്ടഞ്ചാൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഓടി R8 കാണുന്നത്. അത് ഇവരാണ് ഇറക്കിയത്. അതിന് ശേഷം പിന്നെ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ അങ്ങനെ പറന്ന് പോകുന്നൊരു സമയമായിരുന്നു അത്. നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടില്ല, നല്ല പച്ചപ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. പച്ചപ്പ് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടാണ്. അതിന് കാലിലേക്ക് എന്തൊരു വടിയുണ്ട്. അങ്ങനെ ഞാൻ വന്നത് മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് MICയിലേക്കാണ് വന്നത്. ഇത് കുറച്ച് പണികളുണ്ട്. പണികൾ നടക്കുമോ ഇല്ല ഒന്നും അറിയില്ല, ഏതായാലും വന്നിട്ടുണ്ട്. ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കാണാം. MICയിലുള്ള പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവാണ്. കിക്കർ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
കിക്ക് റിട്ടേൺ കാലിലേക്ക് അടിച്ചിട്ട് നല്ല വേദനയുണ്ട്, മസിൽ വലിക്കുന്നുണ്ട്. ഇറച്ചിയിലേക്ക് കൊണ്ടെന്ന് തോന്നുന്നു, ഭയങ്കര വലിയ എടുക്കുന്നുണ്ട്. അൺസൈക്കബിൾ വേദനയാണ്. വലത്തെ കാല് ബ്രേക്ക് ഓട്ടാൻ പറ്റുന്നില്ല, ബ്രേക്ക് ഓട്ടുമ്പോഴേക്ക് നല്ല വേദനയുണ്ട്. ഇവിടുത്തെ ഒരു കോള് വന്ന് ഒരു കൂട്ടുകാരൻ ചട്ടഞ്ചാലുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവനോട് പോയി സംസാരിച്ച് ഒരു അഭിമുഖവും ഒരു സമൂസയൊക്കെ വന്നപ്പോൾ വേറെ അത്യാവശ്യമൊക്കെ, എന്നാലും വിശപ്പ് ഫുള്ള് മാറിയിട്ടില്ല. ഇവിടെ ഒരു മുന്നറിയിപ്പിൻ്റെ ബോർഡുണ്ട്, പണി നടക്കുകയാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ ബോർഡില്ലെങ്കിലും ആൾക്കാർ റോഡിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഒന്നും ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നവന് പിന്നെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക വേണ്ടി വരില്ല. അവിടെ കാണുന്ന ഏരിയ അല്ലേ, അതാണ് മുഴുവൻ ഇടിഞ്ഞു വീഴുന്നൊരു ഏരിയ. ഈ മഴക്കാലത്ത് അത്യാഹിതങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ, റോഡിൽ ഇടിഞ്ഞു വീഴാനോ മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. കഴിഞ്ഞ മഴക്കാലത്ത് ഇതിങ്ങനെ ഇടിഞ്ഞു വീണിട്ടാണ് കുറേ ദിവസങ്ങൾ, അതിങ്ങനെ ഇടിഞ്ഞു വീണിട്ടാണ് കുറേ ദിവസം റോഡ് ബ്ലോക്കായത്. ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ സൈഡ് ബീമിട്ടിട്ട് മണ്ണിട്ട് ഉയർത്തിയ സ്ഥലങ്ങളാണിത്. വെറും ഒരു രണ്ട് വണ്ടിക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരു സൈഡ് നല്ലൊരു 50 അടിയോളം താഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഹമ്പ് ഉണ്ടായിരുന്നു പണ്ട്. ഈ ഹമ്പിന്റെ ഇവിടെ നിന്ന് കുറേ ബസ്സും കുറേ വണ്ടികളൊക്കെ താഴോട്ട് വീണിട്ടുണ്ട്. ഇവിടെ കുറേ മരണവും അപകടമൊക്കെ നടക്കുന്ന സ്ഥലമാണിത്. ഇവരെ പണി ഭയങ്കര സ്ലോ ആണ്. ഇവരൊന്നിച്ച് തന്നെ തുടങ്ങിയ പണികളാണ് അപ്പുറത്തൊക്കെ ഉള്ളത്. ഇപ്പോൾ തലപ്പാടിക്ക് കാസർഗോഡൊക്കെ അതൊക്കെ തീർന്നിട്ട് ഓപ്പൺ ആയിട്ട് ഏകദേശം ഒരു കൊല്ലമായി. ഇവിടുത്തെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇതേപോലെ തന്നെ തൃക്കരിപ്പൂരില്ല, ചെറുവത്തൂരില്ല, അവിടെ നിന്ന് ഒരു മലയുണ്ട്, ഒരു വീരമല. ആ മലയും ഇതേപോലെ തന്നെ കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞു പോകുന്നിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ബേർക്ക റോഡിൽ നിന്ന് വന്നത്, ആ മുകളിൽ നിന്നുള്ള ആ റോഡിൽ നിന്നാണ് വന്നത്. ഇനിയിപ്പോൾ നേരെ നമുക്ക് ചെറുക്കുള വഴി തന്നെ പോയി നോക്കാം. ഇവിടേക്ക് ഇനിയും കുറേ പണികൾ ബാക്കിയുണ്ട്. എൻ്റെ റഹ്മാനെ തോന്നുന്നു. അതൊക്കെ നോക്കിയോ, എത്ര ഹൈറ്റുള്ള മലയൊക്കെ നോക്കിയേ. ഇത് ഈ വർഷമൊക്കെ തീരുമോ? അത്രയും പണികൾ ബാക്കിയുണ്ട്. പെട്ടെന്ന് തീർത്താലൊക്കെ ചിലപ്പം തീരാൻ സാധ്യതയുണ്ട്, അത്രേ ഉള്ളൂ. ഇതേ അവസ്ഥ ആണെങ്കിൽ ഇനിയും ഒരു കൊല്ലത്തിന് മുകളിൽ ഈ ഭാഗം പണി തീരാൻ പിടിക്കും. ഇവിടെ നല്ലൊരു കോൺക്രീറ്റ് വാള് കെട്ടിക്കൊണ്ടുണ്ട്. അടിപൊളി. ഇവിടെ നല്ല കോൺക്രീറ്റ് വാള് കിട്ടുന്നുണ്ട്, നല്ല ഹൈറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് വൺ സൈഡ് മാത്രമേ പണി കഴിഞ്ഞിട്ടുള്ളൂ, കുറച്ചവിടെയും കുറച്ചുകൂടെ ഒക്കെ ആയിട്ട്. റോഡിലിപ്പോൾ നല്ല 1.5 കുഴികളുണ്ട്. ഫൈനലി നമ്മൾ ചെറുക്കുള ബോർഡറിലേക്ക് കടന്നു. ചെറുക്കുള ടൗണിലേക്ക് പോകേണ്ട ആൾക്കാർ ഇതിൽ പോവാം. ചിലപ്പോൾ ടൗൺ ടച്ച് ആവാതെ ടൗണിലേക്ക് കാസർഗോഡ് പോകുന്ന ആൾക്കാർ ആ പാലത്തിൻ്റെ മുകളിൽ കയറി പോവാം. ഇപ്പോഴും അതറിയാതെ ഇതേ റോഡിൽ വരുന്ന ആൾക്കാരുണ്ട്. സംഭവം അത് വൺ വേ ആണ്. ഈ പ്രസെടുത്ത് പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത് പണി കഴിയാത്തതുകൊണ്ട് 2 ആയിട്ട് തന്നെയാണ് ആ പാല യൂസ് ചെയ്യുന്നുള്ളത്. ഇവിടൊക്കെ ഒടുക്കത്തെ ചളിയാണ്. ഓ, ചളിപിളിയാണ്, ചളിപിളി. ഇതെന്തുകൊണ്ടായിരിക്കും ഇവർ ഇത്ര സ്ലോ ആക്കിയത് പണി? അങ്ങനെ മഴക്കാലല്ലേ, അല്ല പിന്നെ മഴക്കാലല്ലേ, അപ്പോൾ ഇവിടെ എന്തോ കംപ്ലൈൻറ്റ് എന്തോ ഉണ്ടോ? കാരണം RDOൻ്റെ ആൾക്കാരും പോലീസും ഹൈവേ അതോറിറ്റിയും കുറേ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. എന്തോ സീനുണ്ടെന്ന് തോന്നുന്നു, എന്തോ സീനുണ്ട്. ഫുള്ള് ഉദ്യോഗസ്ഥരും പോലീസും പണിക്കാരും എല്ലാവരും ഉണ്ട്, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഒരു മഴ വരുമ്പോൾ ഇവിടെ ചളിയാവുന്ന ഉറപ്പാണ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇടപെട്ടിട്ട്, കലക്ടറിനൊക്കെ ഇടപെട്ടിട്ട് ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കി വെച്ചുകൂടെ? ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു അത്യാവശ്യം നല്ല റോഡ് ഉണ്ടാക്കി വെച്ചുകൂടായിരുന്നോ? ഇതെന്തുകൊണ്ട് ആരും ഇടപെടാത്ത ഇതിൽ? ഇവിടെ കണ്ട നല്ല റോഡുണ്ട്, കുണ്ടില്ലാത്ത റോഡുണ്ട്. ഇതേപോലെ അങ്ങോട്ട് റോഡ് ഉണ്ടാക്കിയാൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഇപ്പോൾ വന്ന വഴി കണ്ടില്ല, ഫുള്ള് കുണ്ട് നിറഞ്ഞിട്ട് കാലിലൊക്കെ ഫുള്ള് ചളി തെറിച്ചിട്ട്. ആ കുഞ്ഞ് റോഡിന് നടുവിലായിരുന്നു, പേടിച്ചു പോയി. അപ്പോൾ ഇതൊക്കെയാണ് ചട്ടഞ്ചാൽ ചെറുക്കുള റോഡിൻ്റെ അവസ്ഥ. പണികളൊക്കെ നടക്കുന്നുണ്ട്, ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.